ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ SK Vlogs. ഹാമ്പറെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് അതെങ്ങനെ കിട്ടി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഷെയ്ഡ് അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ 3 ഗിഫ്റ്റാണ് എനിക്ക് ഡാസ്ലർ തന്നത്. ഈ 2 ഞാൻ ചൂസ് ചെയ്തതും ഇത് ഡാസ്ലർ തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഷെയ്ഡ് തന്നെ ഫേമസ് ആയ ഡാസ്ലറിൻ്റെ ഷെയ്ഡാണ് 25 DL6025 ആണ് ഷെയ്ഡ്. അപ്പോൾ ഇതാണ് 25, ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഒരു പാരസെറ്റാമോൾ സിറപ്പില്ലേ കുട്ടികളുടെ, അതിൻ്റെ മണമാണ്, കറക്റ്റ് അതിൻ്റെ മണമാണ്. എനിക്ക് സൂട്ടാവുണ്ട് കേട്ടോ ഈ ഷെയ്ഡ്, എനിക്കിഷ്ടമായി. ഷെയ്ഡ് ഇഷ്ടമായി. നല്ല ക്രീമി, ഇട്ടതൊന്നും അറിയണില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ഷെയ്ഡാണ്, ഇട്ടതൊന്നും അറിയില്ല. ഒത്തിരി ഇഷ്ടമായി ഡാസ്ലർ ഗിഫ്റ്റിൻ്റെ 25. അടുത്തത് 16 ആണ്. ഞാൻ ആരും കണ്ടിട്ടില്ല റിവ്യൂ പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് പറയാൻ വേണ്ടി ഞാൻ എടുത്തൊരു ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതും പാരസെറ്റമോളിൻ്റെ അതേ മണം. എന്നാൽ 25 ആണ് കുറച്ച് കമ്മി പാരസെറ്റമോളിൻ്റെ മണത്തിന്, ഇതെല്ലാം കൂടുതലാണ്. ഈ ഷെയ്ഡേക്ക് അത്ര സൂട്ടാവണില്ല. ഒരു ലൈറ്റ് കളർ, ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ന്യൂഡെന്ന് പറയാനും പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഒരു ഗിൽറ്റി ടൈപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇത്, ഒരു ഗിൽറ്റി ടൈപ്പ് ഷെയ്ഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് അടുത്തത് ഡാസ്ലറിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. കുഴപ്പമില്ല. ഇതാ ഒരു സ്കെച്ച് ടൈപ്പ് ഐലൈനറാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ ലിപ്സ്റ്റിക്കിനെ പോലെ തന്നെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. കുഴപ്പമൊന്നുമില്ല, മച്ച് പ്രൂഫ് ഒന്നുമില്ല, നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ബെറ്ററാണ്, നല്ല ഷെയ്ഡാണ്. പക്ഷേ ഇതൊരു ഗിൽറ്റി ടൈപ്പ് പോലെയാണ്, പെട്ടെന്നൊരു ഉണങ്ങും. പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് ഈ ഷെയ്ഡ്. 16 ഷെയ്ഡാണ്. അപ്പോൾ ആണ് ഈ ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാസ്ലറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ ഡാസ്ലർ കസ്റ്റമൈസ് എന്ന പേജിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എനിക്കിങ്ങനെ പുതിയൊരു യൂട്യൂബ് ബിഗിനറാണ്, യൂട്യൂബ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കൊളാബ് ചെയ്യാൻ പറഞ്ഞിട്ട് താല്പര്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ആ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇമെയിൽ ഫോം ഫില്ലപ്പാക്കി പിന്നെ നമ്മുടെ പേര്, അഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഫില്ലപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫില്ലപ്പാക്കിയ ശേഷം അവർ എനിക്ക് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഫോം ഫില്ലപ്പാക്കാൻ. ആ ഫില്ലപ്പിൽ ഈ ഡാസ്ലറിൻ്റെ എനിക്ക് ഏതൊക്കെ ലിപ്സ്റ്റിക്കാണ് വേണ്ടത് എന്ന്. ഞാൻ 2 ഷെയ്ഡ് മാത്രമാണ് ചൂസ് ചെയ്തത്. ഞാൻ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ വെറുതെ എന്തിനാ പറഞ്ഞിട്ട് 2 മാത്രം ഞാൻ ഇതു. പിന്നെ എല്ലാവരും ഫേമസ് ആയി 25 ഒന്ന് എടുക്കുക, പിന്നെ ആരും എടുക്കാത്ത ഒരു 16 ഷെയ്ഡും എടുക്കാമെന്ന് വിചാരിച്ചെടുത്തു. പിന്നെ അങ്ങനെ എടുത്തിട്ടാണ് എനിക്കറിയിച്ചു. പിന്നെ അതൊരു 5 ദിവസം അല്ല 7 ദിവസമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, പ്ലീസ് റിപ്ലൈ മീ പറഞ്ഞിട്ട്. അപ്പോൾ അധികം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് അവർ എനിക്കൊരു
മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഓർഡർ കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട്. ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. എനിക്ക് കിട്ടുന്നതിന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഒരു മെസ്സേജ് അയച്ചതായിരുന്നു ഫോം ഫില്ലപ്പാക്കി. എന്നിട്ടും ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ കൺഫേം ആയി, ഇന്ന് ഒരു ഓർഡർ കൺഫേം ആയി എന്ന് പറഞ്ഞ് ട്രാക്കൊക്കെ അയച്ചു തന്നപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് അത്ര ഫോളോവേഴ്സൊന്നും ഇല്ല ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലും അത്ര സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. എന്നിട്ട് പോലും എനിക്കും കിട്ടിയ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കിട്ടും, ഉറപ്പാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം.